ഹലോ എവരി വൺ. ടോപ്പിക് എന്ന് പറയുന്നത് മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അതിൽ രണ്ട് സബ് ടോപ്പിക്സായ റാൻഡം സാമ്പിളിങ്ങും പിന്നെ പോയിൻ്റ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സുമാണ് പറയുന്നത്. മാത്തമാറ്റിക്കൽ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അത് കുറച്ച് കാര്യങ്ങൾ വെച്ചിട്ട് ഡീൽ ചെയ്യും. ഒന്നാണ് ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഡിസൈനിങ് ഓഫ് എക്സ്പെരിമെൻ്റാണ് അതിൻ്റെ ഫസ്റ്റ് ഡീൽ ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഡാറ്റ കളക്ട് ചെയ്യുന്നതിനെക്കുറിച്ച് ഡീൽ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെന്ന് പറയുന്നത് ഒരു ഡാറ്റ കിട്ടുകയും അതിനെക്കുറിച്ചൊരു കൺക്ലൂഷനിൽ എത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ച് എക്സാമ്പിൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുകയും അതിൻ്റെ ക്വാളിറ്റീനെ കുറിച്ച് പഠിക്കുകയും എല്ലാം നമ്മളൊരു മെഷീൻ, പലതരത്തിലുള്ള മെഷീനും അതിൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പഠിക്കുകയും അല്ല ഒരു കസ്റ്റമർ, പലതരം കസ്റ്റമറെ കാണുകയും ആ കസ്റ്റമറിൻ്റെ ബിഹേവിയർ എങ്ങനെയാണെന്ന് അനലൈസ് ചെയ്യുന്നു. ഇതിനൊക്കെയാണ് ഒരു ഡാറ്റയായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇൻട്രൊഡക്ഷൻ ഓഫ് റാൻഡം സാമ്പിളിംഗ് എന്ന് പറയും. അതിൽ കുറച്ച് കീ നോട്ട്സ് ഉണ്ട്. റാൻഡം വേരിയബിൾസ് എന്ന് പറയും, പിന്നെ അതുപോലെ സാമ്പിൾസ്, പോപ്പുലേഷൻസ്, പിന്നെ ഇൻഡിപെൻഡൻറ്റ് സാമ്പിളും റാൻഡം നമ്പേഴ്സുമാണ്. അതിൽ റാൻഡം വേരിയബിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൻലി എഞ്ചിനീയറിംഗ് ഫീൽഡിലാണ് ഇത് ഉപയോഗിക്കുന്നത്. എഞ്ചിനീയറിംഗ് ഫീൽഡ് മാത്രമല്ല പല ഏരിയയിലും ഈ ഒരു റാൻഡം വേരിയബിൾസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മൾ എടുക്കുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കുറേ കാര്യങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലെല്ലാത്തിനും നമ്മളെ ചുറ്റുപാടുള്ള കാണുന്ന പല വസ്തുക്കളെയും തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അതിൽ നമുക്കൊരു റാൻഡമായിട്ട് സെലക്ട് ചെയ്യാം. അതിനാണ് റാൻഡം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു കണ്ടീഷൻ, ഈവൻ രണ്ട് കണ്ടീഷനുകൾ സെയിം ആണെങ്കിൽ പോലും അതിൽ തന്നെ ഒരു റിസൾട്ടിൽ സ്ലൈറ്റ്ലി ഡിഫറൻറ്റ് വരുന്നതിനാണ് നമ്മൾ റാൻഡം വേരിയേഷൻസ് എന്ന് പറയുന്നത്. ഒരു പോപ്പുലേഷൻ എന്ന് പറഞ്ഞൊരു കൂട്ടമായി നിൽക്കുന്നൊരു വസ്തുവും എന്തെങ്കിലും ഒരു വസ്തു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് നമ്മൾ ഒന്നിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സെറ്റ്, ഒന്നിനെ മാത്രമല്ല ഒരു സെറ്റിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ നമ്മൾ സാമ്പിൾ എന്ന് പറയും. ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ന് പറഞ്ഞാൽ ഒരു എക്സ്പെരിമെൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കാൻ പറ്റുന്നതിനാണ് ഇൻഡിപെൻഡൻറ്റ് സാമ്പിൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ് ഉണ്ട്, അതിൽ നിന്നൊരു റാൻഡമായിട്ടൊരു നമ്പറിനെ സെലക്ട് ചെയ്യുന്നതിനാണ് റാൻഡം നമ്പേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് റെപ്രസെൻറ്റിങ് ആൻഡ് പ്രോസസ്സിങ് ഡാറ്റ എന്ന് പറയുന്നത്. അതിൽ തന്നെ രണ്ട് കോൺസെപ്റ്റാണ്. ഒന്ന് മീനും പിന്നെ അതുപോലെ തന്നെ വേരിയൻസുമാണ്. മീനിൻ്റെ ഇക്വേഷൻ എക്സ് ബാർ ഈക്വൽ 1/n സമ്മേഷൻ ഓഫ് ജെ ഈക്വൽ 1n എക്സ് ജെ എന്ന് പറയുന്ന ഇക്വേഷനും അതുപോലെ വേരിയൻസിൻ്റെ ഇക്വേഷനായ എസ് സ്ക്വയർ ഈക്വൽ 1/n - 1 സമ്മേഷൻ ഓഫ് ജെ ഈക്വൽ 1n എക്സ് ജെ മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നത്. അതിൽ n എന്ന് പറയുന്നത് സാമ്പിൾ സൈസാണ്. അതുപോലെ തന്നെ എക്സ് ബാർ എസ് സ്ക്വയർ ആൻഡ് എസ് ആർ എന്ന് പറയുന്നത് പാരാമീറ്റേഴ്സ് ഓഫ് സാമ്പിളാണ്. സോ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് എന്ന് പറയുന്നത് പോയിൻ്റ് എസ്റ്റിമേഷൻ ഓഫ് പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അതിൽ തന്നെ നമുക്കൊരു പോപ്പുലേഷൻ്റെ എക്സാക്റ്റ് വാല്യൂ എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം നമ്മളതെങ്ങനെ എസ്റ്റിമേറ്റ് ചെയ്യുമെന്ന് പറയുന്നത്, നമുക്കൊരു ഡാറ്റ കിട്ടി, ആ ഡാറ്റ വെച്ച് അനലൈസ് ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ എന്താണെന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കിൽ നമുക്ക് രണ്ട് എസ്റ്റിമേറ്റ് പഠിക്കാനുണ്ട്. പോയിൻ്റ് എസ്റ്റിമേറ്റും ഒരു ഇൻ്റർവൽ എസ്റ്റിമേറ്റും എന്നുണ്ട്. പോയിൻ്റ് എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത് പാരാമീറ്റർ ഇൻ എ നമ്പർ എന്ന് പറയും. ഇൻ്റർവൽ എസ്റ്റിമേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയൊരു സാമ്പിളിൽ ഒരു ഇൻ്റർവൽ ഒബ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അതിനാണ് ഇൻ്റർവൽ എസ്റ്റിമേറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് ക്വാണ്ടിറ്റീസ് പഠിക്കാനുണ്ട്. അതായത് ഒരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ക്വാണ്ടിറ്റി പി എന്നും നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാകുന്ന സമയത്ത് മ്യൂ, സിഗ്മ എന്ന് പറയുന്ന രണ്ട് ക്വാണ്ടിറ്റിയാണ്. അതിൽ ഓൾറെഡി ലാസ്റ്റ് ടോപ്പിക്കിൽ പറഞ്ഞ പോലെ മീൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ സെയിം ഇവിടെയും കണ്ടുപിടിക്കുന്നുണ്ട്. മീനിൻ്റെ ഇക്വേഷൻ ഈക്വൽ ടു മീൻ ഇവിടെ മ്യൂ എന്ന് പറഞ്ഞിട്ടാണ് എടുത്തിരിക്കുന്നത്. മ്യൂ ഈക്വൽ ടു എക്സ് ബാർ ഈക്വൽ ടു 1/n x1 + s xn എന്ന് പറയുന്ന ഇക്വേഷനാണ്. അതിൽ n എന്ന് പറയുന്നത് സാമ്പിളിൻ്റെ സൈസാണെന്ന് പറയും. പിന്നെ അതേപോലെ തന്നെ മോസ്റ്റ് പ്രോബബിൾ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് വേരിയൻസിൻ്റെ ഇക്വേഷൻ എടുക്കുന്നുണ്ട്, സിഗ്മ. അപ്പം സിഗ്മ ബാർ സ്ക്വയർ ഈക്വൽ ടു എസ് സ്ക്വയർ വന്നിട്ട് 1/n - 1 സമ്മേഷൻ ജെ എക്സ് ജെ മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് ഓൾറെഡി ലാസ്റ്റ് പറഞ്ഞ അതേ ടോപ്പിക്കിലുള്ള സെയിം ഇക്വേഷൻ തന്നെയാണ്. അത് നമ്മളിപ്പം പറഞ്ഞത് നോർമൽ ആൻഡ് പോയിസൺ ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ അടുത്ത ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഓൾറെഡി പറഞ്ഞു. പി ആണ് ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷനിലെ ക്വാണ്ടിറ്റി. പി കിട്ടണമെങ്കിൽ μ/n എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ പി ഈക്വൽ ടു എക്സ് ബാർ ബൈ എൻ എന്ന് പറയുന്നൊരു ഇക്വേഷൻ കൊടുക്കാം. അപ്പോൾ ഇതിൽ മീന് കിട്ടിയൊരു ഇക്വേഷൻ ഉണ്ട്, അതിന് എക്സ് ബാർ എന്ന് പറയുന്നൊരു ഇക്വേഷൻ. അതിനെ നമ്മളത് മെത്തേഡ് ഓഫ് മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് ആണ് പറയുന്നത്.
പിന്നെ അതൊരു kth മൊമെൻ്റ് ഓഫ് സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ mk = 1/n സമ്മേഷൻ j = 1 xjk എന്ന് പറയുന്നൊരു ഇക്വേഷൻ കിട്ടും. അത് നമ്മൾ മൊമെൻ്റ് ഓഫ് സാമ്പിൾസ് ആ ഒരു കോൺസെപ്റ്റ് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇക്വേഷനാണ്. അടുത്ത രണ്ടാമത്തൊരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് എന്ന് പറയും. അതായത് ഇപ്പം നമ്മൾ പോയിൻ്റ് ഓഫ് എസ്റ്റിമേഷൻ പാരാമീറ്റേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഇക്വേഷൻ വെച്ചാണ് അതായത് ഒരു മെത്തേഡ് വെച്ചാണ് ചെയ്തത്. അടുത്തത് വേറൊരു മെത്തേഡാണ് മാക്സിമം ലൈക്ലിഹുഡ് മെത്തേഡ് എന്ന് പറയുന്നത്. അത് കണ്ടുപിടിച്ചത് R.A. ഫിഷർ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. സെയിം ഇതിലൊരു കോൺസെപ്റ്റ് പറയുന്നത് പറഞ്ഞാൽ നമ്മളൊരു ഫംഗ്ഷനെ ലൈക്ലിഹുഡ് ഫംഗ്ഷനായിട്ട് നമ്മൾ ബിൽഡ് ചെയ്യുവാണ്. അതിന് ഒരു പാരാമീറ്ററായി ഒരു തീറ്റയുണ്ട്, പിന്നെ x1 x2 അങ്ങനെ xn വരെ വരുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് വാല്യൂസും ഉണ്ട്. അതിൽ തന്നെ ഡിസ്ക്രീറ്റ് കണ്ടീഷനും കണ്ടിന്യൂസ് കണ്ടീഷനും വരും. ഡിസ്ക്രീറ്റ് കണ്ടീഷൻ ആണെങ്കിൽ L = f × x1 f × x2 എക്സെട്ര f × xn എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡൻറ്റ് ഒബ്സർവേഷനാണ് ചെയ്യുന്നത്. കണ്ടിന്യൂസ് കണ്ടീഷൻ ആണെങ്കിൽ കുറച്ച് ഇൻ്റർവെൽസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് f × x1 Δx f × x2 എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ കാണാം. ആ ഇക്വേഷനാണ് വരുന്നത്. അതിൽ L എന്ന് പറയുന്നത് തീറ്റേൻ്റെ ഫംഗ്ഷനാണ്. അതിനപ്പം നമുക്ക് ലൈക്ലിഹുഡ് ഫംഗ്ഷൻ, അതിനെയാണ് നമ്മൾ ലൈക്ലിഹുഡ്, Lനെയാണ് നമ്മൾ ലൈക്ലിഹുഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ ലൈക്ലിഹുഡിന് നമുക്ക് മാക്സിമം കണ്ടീഷൻ എടുത്തു കഴിഞ്ഞാൽ തന്നെ ∂L/∂θ = 0 എന്ന് പറയുന്ന ഒരു മാക്സിമം കണ്ടീഷനിലേക്ക് പോകും. ഈ സൊല്യൂഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതായത് x മുതൽ xn വരെയുള്ളതിനെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ഇതിൽ തന്നെ നമുക്കതിനെ മാക്സിമൈസ് ചെയ്യാം. അതായത് നമ്മൾ Lനെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ മാക്സിമൈസ് ചെയ്യുന്നത് ലോഗ് Lനെയാണ്, നാച്ചുറൽ ലോഗരിതം ഓഫ് Lനെയാണ്. അങ്ങനെ അതിനെയാണ് നമ്മൾ ഡിഫറൻഷ്യബിൾ ചെയ്ത് കഴിഞ്ഞാൽ ∂ln L/∂θ = 0 എന്ന് പറയുന്ന കണ്ടീഷൻ കിട്ടും. അതിൽ തന്നെ സെവറൽ പാരാമീറ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ തന്നെ ∂L/∂θ 1 = 0, ∂L/∂θ r = 0 എന്ന് പറഞ്ഞ കണ്ടീഷൻ എടുക്കും. അതിൽ തന്നെ പിന്നെയും അതിൻ്റെ ഞാൻ പറഞ്ഞ ലോഗരിതം, നാച്ചുറൽ ലോഗരിതം എടുത്തു കഴിഞ്ഞാൽ തന്നെ 0 ആണ് കണ്ടീഷൻ കിട്ടുന്നുണ്ട്. ഈ മാക്സിമം ലൈക്ലിഹുഡ് പാരാമീറ്റേഴ്സിൻ്റെ വാല്യൂസ് നമുക്ക് ഒബ്സർവ് ചെയ്യുന്ന ഡാറ്റേനെ നമുക്ക് മോസ്റ്റ് പ്രോബബിൾ കണ്ടീഷനായിട്ട് കിട്ടുമെന്ന് നമുക്ക് ഈ കോൺസെപ്റ്റിൽ മനസ്സിലാക്കാം. താങ്ക് യു.